നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് വിശാഖ നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ബുദ്ധിപരമായ ചിന്തകളും പ്രവർത്തനങ്ങളുള്ളവരുമായിരിക്കും. ഇവർ ആകർഷകമായി സംസാരിക്കുന്നവരായിരിക്കും. എങ്കിലും പലപ്പോഴും ഇവരെ മുൻകോപികളായിട്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇടപെടുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഭംഗിയായി നിർവഹിക്കുന്നവരായിരിക്കും. ഇവരുടെ ബാല്യകാലം വളരെ ക്ലേശകരമായിരിക്കും. എങ്കിലും യൗവനകാലം മുതൽ ഇവർക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പിതാവിൽ നിന്നും ഇവർക്ക് കാര്യമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാറില്ല. ഈ നക്ഷത്രക്കാരിൽ ചിലരെങ്കിലും ദുർവാശി, അഹങ്കാരം എന്നിവയുള്ളവരായിരിക്കും. ഇവർക്ക് ആത്മനിയന്ത്രണം കുറവായിരിക്കും. സത്യധർമാദികളെ കൈവിടാതെയുള്ള ജീവിതമായിരിക്കും. സ്വപരിശ്രമത്തിലൂടെയാണ് ഇവർ ജീവിതത്തിൽ വിജയിച്ചു കാണുന്നത്. ഇവരുടെ വിവാഹ ജീവിതം പലപ്പോഴും അസ്വാരസ്യം നിറഞ്ഞതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈശ്വരവിശ്വാസികളായ ഇവർ ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവച്ചു കൊടുക്കുന്ന സ്വഭാവക്കാരല്ല. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈശ്വരഭക്തിയുള്ളവരും കുലീനതയുള്ളവരുമായിരിക്കും. ഇവർ ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരായിരിക്കും. എങ്കിലും ചിലർക്കെങ്കിലും ഭർതൃവിരഹം അനുഭവിക്കേണ്ടി വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. വിശാഖം നക്ഷത്രം 2 രാശികളിലായിട്ടാണ് സ്ഥിതി, അതായത് തുലാം രാശിയിലും വൃശ്ചിക രാശിയിലും. വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേട്ട, പൂരാടം, തിരുവോണവും. തുലാക്കൂറിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർക്ക് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരവും. വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർക്ക് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രവും ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. ബുധൻ്റെയും ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ദശാകാലങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കില്ല. ഈ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പുണർന്നം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്ര ദർശനവും പൂജാതി കാര്യങ്ങൾക്കും ഇവർക്ക് നല്ലതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. വിശാഖം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വിഷ്ണു പൂജ നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ശ്രേയസ്കരമാണ്. വ്യാഴാഴ്ചയും വിശാഖം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം പ്രാധാന്യത്തോടുകൂടി തന്നെ ഈശ്വരഭജനം നടത്തുക. തുലാക്കൂറിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർ രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും മഹാലക്ഷ്മി ഭജനം നടത്തുകയും. വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാർ രാശ്യാധിപനായ കുജപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. വിശാഖം നക്ഷത്രക്കാർക്ക് മഞ്ഞ, ക്രീം എന്നീ നിറങ്ങളും, വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർക്ക് ചുവപ്പും അനുകൂലമായ നിറങ്ങളാണ്. ഇവരുടെ നക്ഷത്രദേവത ഇന്ദ്രാഗ്നിയാണ്. നക്ഷത്രദേവതയെ നിത്യവും ഭജിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. ഇവരുടെ നക്ഷത്രമൃഗം സിംഹമാണ്. വൃക്ഷം വയ്യങ്കതാവ് എന്ന വൃക്ഷമാണ്. അസുരഗണത്തിൽപ്പെട്ട ഇവർ പുരുഷയോനിയിൽപ്പെട്ടവരാണ്. ഇവരുടെ പക്ഷി കാക്കയാണ്. ഭൂതം അഗ്നിയുമാണ്.
ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ യാതൊരു ശുഭകർമ്മങ്ങൾക്കും ഇവർ സ്വീകരിക്കരുത്. ഈ നക്ഷത്രക്കാരുമായി ഇവർക്ക് ഒരു ഇടപാടുകളും പാടില്ല എന്ന് തന്നെയാണ്. ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് ശുഭകരമാണ്. ജനന സമയത്തെ ഗ്രഹസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇതെല്ലാം പാലിക്കപ്പെടേണ്ടത്. വിശാഖം നക്ഷത്രക്കാരുടെ ചില പ്രത്യേകതകളും അവർക്ക് വിധിച്ചിട്ടുള്ള ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണും വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.